ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നാളത്തെ ഇൻട്രാഡേ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. വീക്ക്ലി അനാലിസിസ് വീഡിയോ ഇന്നലെ തന്നെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും കാർഡിലും ഐ ബട്ടണിലും അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒക്കെ വരികയാണെങ്കിൽ ഇനിയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവല് അറിയാൻ പറ്റും. ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്ന ഇൻട്രാഡേ അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നിഫ്റ്റി 50-ലാണ്. അതിനു മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നമ്മുടെ വാർ, അതായത് US ഇറാൻ വാർ നടക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇമ്പോർട്ടൻറ്റ് BBC ന്യൂസ് അപ്ഡേറ്റ് ആണിത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാസ് സെഡ് ടു ഡീൽ end fighting between US and Iran scheduled to be signed on Sunday എന്നാണ് പറയുന്നത്. അതായത് ഒരു നമ്മുടെ യുദ്ധത്തിന്റെ അവസാനിപ്പിക്കാൻ വേണ്ടി, ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ നമുക്ക് രാത്രി ആവുമ്പോഴായിരിക്കും അവിടെ പകലാവുന്നത്. സോ ഇന്നായിരിക്കും അതിന്റെ ഡീൽ കൺഫർമേഷൻ വരുന്നത്. ഇതുവരെ ഡീൽ സൈൻ ചെയ്തിട്ടില്ല, പക്ഷെ എഗ്രി ചെയ്തിട്ടുണ്ട് ഡീൽ സൈൻ ചെയ്യാൻ. അതോടെ വാർ നിൽക്കുകയും ഹോർമൂസ് തടാകം തുറന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാക്കും. നാളത്തെ മൺഡേയിലത്തെ മൂവ്മെന്റ് നല്ലൊരു മൂവ്മെന്റ് ആയിരിക്കും. അതേസമയം മാർക്കറ്റ് വോളറ്റൈലും ആകാൻ സാധ്യതയുണ്ട്. കാര്യം ഓൾറെഡി നമുക്ക് ഫ്രൈഡേ കണ്ടാൽ അറിയാം. ഫ്രൈഡേ ആ റിഫ്ലക്ഷൻ കാണിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ. നമുക്കൊരു അപ്പ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അപ്പ് മൂവ്മെന്റ്, ഗ്യാപ്പ് അപ്പോട് കൂടി അപ്പ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവും. അതേസമയം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ്, നമ്മുടെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി സെൽ ട്രെൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസസ് കാണേണ്ടത് 24,000-ഉം പിന്നെ 24,400-ഉം ആണ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇൻട്രാഡേയിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. 24,000 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 വരാൻ പോകുന്നത്. പിന്നെ 24,400 ആയിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 വരാൻ പോകുന്നത്. ഇത് രണ്ടിന്റെ ബ്രേക്ക് ഔട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നാൽ പിന്നെ അഫ്കോഴ്സ് നമ്മുടെ ന്യൂസ് പോസിറ്റീവ് ആയിട്ടാണ് മൺഡേ വരുന്നതെങ്കിൽ, അതായത് ഈ സൺഡേക്കുള്ളിൽ നമ്മുടെ രാത്രിത്തേക്കുള്ളിൽ നല്ലൊരു കരാറിന്റെ സൈനിങ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU അത് സൈൻ ചെയ്താൽ വാർ സ്റ്റോപ്പ് ആവുകയും പിന്നെ മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും ആ റിഫ്ലക്ഷൻ കാണിക്കുകയും ചെയ്യും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നാളത്തെ ട്രേഡ് വളരെ സൂക്ഷിച്ചെടുക്കുക. പ്രത്യേകിച്ച് ഓപ്ഷൻ ബയേഴ്സ് സൂക്ഷിക്കുക. ട്യൂസ്ഡേ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ കൺഫർമേഷൻ അല്ലാതെ ട്രേഡ് എടുക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതനുസരിച്ച് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ DK വളരെ കൂടുതലായിരിക്കും. എടുത്തു പറയാനാണെങ്കിൽ ട്യൂസ്ഡേയിലോട്ട് എടുക്കുമ്പോഴേക്കും DKയുടെ തീവ്രത കൂടും. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് പുതിയതായിട്ട് ട്രേഡ്സ് എടുക്കുന്നവർ ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാനുള്ള ഫസ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ 24,000 ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്നാണ്. അതിന് നമ്മൾ ഇൻട്രാഡേയിലെ 1 അവർ ടൈം ഫ്രെയിമില് 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു 24,400 വരെയുള്ള പുള്ളപ്പ് കിട്ടുള്ളൂ. ഇത് ഫ്ലാറ്റ് ഓപ്പണിങ്ങിലാണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയാൻ നേരത്തെ ഇതിപ്പോ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,622-ലാണ് നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ 23,622.90 പ്ലസ് 461.30 പോയിന്റ്സ് അപ്പ്, 1.99% അപ്പ് മൂവ്മെന്റ്. ഗ്യാപ്പോട് കൂടിയുള്ള മൂവ്മെന്റ് ആണെന്ന് ഞാൻ ഓൾറെഡി ഇന്നലത്തെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അനാലിസിസും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീക്ക്ലി അനാലിസിസ് വീഡിയോ കണ്ടാൽ മതി. ഞാൻ ഇൻട്രാഡേയുടെ ടെക്നിക്കൽസും ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ ഫ്രൈഡേ മൂവ് ചെയ്തു, ഇനി മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ലൈൻ്റെ, സെൽ ട്രെൻഡ് ലൈൻ്റെ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസസ് വരുന്നത് ഈ പോയിന്റ്സ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കൺഫർമേഷൻ എടുക്കേണ്ടത്. ഒന്ന് 24,000 എന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആണ്. അത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ, നല്ല ബോഡിയുള്ള മർബോസു അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ്, ഇതുപോലെ നമ്മുടെ ഡെയിലി ചാർട്ടിൽ നമുക്ക് ജസ്റ്റ് 1 അവർ ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. 1 അവർ ചാർട്ടിൽ നോക്കാൻ നേരത്ത് നമുക്ക് കാണാം നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ വന്നാണ്, ഒരു ഗ്യാപ്പ് അപ്പോട് കൂടി നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ വന്നാണ് മാർക്കറ്റ് നല്ലൊരു അപ്പ് മൂവ്മെന്റ് കഴിഞ്ഞ ഫ്രൈഡേ തന്നത്. ഇതുപോലെ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കിട്ടണം. അത് മാത്രമല്ല മറക്കണ്ട, ഇവിടെ താഴെ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് വരുന്നത്, ഞാനൊന്ന് ജസ്റ്റ് കളർ മാറ്റിക്കോട്ടെ. ഗ്യാപ്പ് വരുന്നത് ഏകദേശം 100 പോയിന്റ്സിന്റെ മേളിലുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് മെഷർ ചെയ്യാന്ന് വെച്ചത്. ഓക്കെ, 120 പോയിന്റ്സ് ഉണ്ട് ഗ്യാപ്പ്.
അപ്പോൾ 120 പോയിന്റ്സ് ഗ്യാപ്പ് മാർക്കറ്റ് അഥവാ താഴത്തോട്ട് വരുവാണെങ്കിൽ 120 പോയിന്റ്സ് ഗ്യാപ്പ് ഒറ്റയടിക്ക് തന്നെ ഫില്ലാവും. കാര്യം അത് അത്ര വലിയ ഒരു ആവറേജ് ലെവലിലും കൂടിയ ഒരു പോയിന്റ്സ് അല്ല. പക്ഷെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ നിന്നായിരിക്കും മാർക്കറ്റ് താഴത്തോട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യുന്നത്. ഫോളോ ചെയ്യാൻ ചാൻസസ് കുറവാണ് സിഗ്നേച്ചർ നടന്നാൽ. ഓക്കെ, ലാസ്റ്റ് മിനിറ്റ് ട്രംപിന്റെ മനസ്സ് മാറിയാൽ കാര്യങ്ങൾ മാറും. അതുകൊണ്ടാണ് ഞാനത് ഉറപ്പിച്ച് പറയാതെ. പക്ഷെ വാറിന്റെ മൊമറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് ആവറേജ് മൂവ്മെന്റ് 304 തന്നെയുണ്ട് താഴത്തോട്ടുള്ള മൂവ്മെന്റ്. താഴത്തോട്ടാണെങ്കിൽ മാർക്കറ്റ് അഥവാ സൈനിങ് ഒന്നും നടന്നില്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ നോക്കാനുള്ള ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നോക്കാനുള്ള ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് എന്ന് പറയുന്നത് 23,200 22,800 ആണ്. അപ്പൊ അതും കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 23,200 ഏകദേശം ആ ഗ്യാപ്പ് ക്ലോസിംഗ് ലെവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാര്യം അഥവാ മാർക്കറ്റ് താഴ്ത്തു വന്നാലും ഇവിടെ വന്ന് റീട്രേസ് ചെയ്യും, കാര്യം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം 23,200. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് വരുന്നത്. പിന്നെ വരാൻ പോകുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടം കൊണ്ടാണ്. ഇതിന്റെ വാല്യൂ വരുന്നത് 23,000 ആയിരിക്കും. കറക്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ 23,000 നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്, റൗണ്ട് അപ്പ് ചെയ്യാതെ പറയാനാണെങ്കിൽ 22,800 എന്ന് പറയാം. ഞാൻ 23,000 റൗണ്ട് അപ്പ് ആയിട്ടാണ് പറഞ്ഞത്. 22,800 കറക്റ്റ് ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിഫ്റ്റിയിൽ നോക്കാനുള്ള ലെവൽസ്. വളരെയധികം ശ്രദ്ധിക്കാം. അത് മാത്രമല്ല നമ്മുടെ ഇൻഡെക്സിന്റെ ഒക്കെ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇൻഡെക്സിന്റെ പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ ഫ്രൈഡേയിലത്തെ ഡാറ്റയാണിത്. നിഫ്റ്റി മൈക്രോ ക്യാപ്പ് ആണ് ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തത്, 3.02%. ബാക്കി എല്ലാം 1% മുകളിലാണ് അപ്പ് മൂവ്മെന്റ് കഴിഞ്ഞ ഫ്രൈഡേ കാണിച്ചത്. ഇൻഡിസസിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മുടെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT ഒഴികെ ബാക്കി എല്ലാം നല്ല പെർഫോമൻസാ കാണിച്ചത്. അതിനകത്ത് നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 2550, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി MS ഫിനാൻഷ്യൽ സർവീസസ്, പിന്നെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് എക്സ് ബാങ്ക്, ഇതൊക്കെ 3% മുകളിൽ ബുള്ളിഷ് ആയിട്ട് പെർഫോം ചെയ്തു. ബാക്കിയെല്ലാം അറ്റ്ലീസ്റ്റ് 2% മുകളിൽ അല്ലെങ്കിൽ 2% അടുത്ത് ബുള്ളിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്, നിഫ്റ്റി IT ഒഴികെ. ഓക്കെ, നിഫ്റ്റി IT ബെയറിഷ് ആയിട്ട് പോയെങ്കിലും വളരെ ചെറിയ പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 0.09% ആണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. നമുക്ക് ടോട്ടലി നെഗ്ലിജിബിൾ ആയിട്ടും എടുക്കാതെ. ഓക്കെ, ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡേ വന്ന ടോപ്പ് ബിഗ്ഗസ്റ്റ് ഗെയിനർ ശ്രീറാം ഫൈനാൻസ് ആണ്. അതിന്റെ തൊട്ടതാഴെ ബജാജ് ഫൈനാൻസ്, LT, ഇൻഡിഗോ, TMPV, ടൈറ്റൻ, ഇറ്റേണൽ, HDFC ബാങ്ക് എന്നിവയൊക്കെയാണ്. ലൂസേഴ്സ് വന്നത്, ഏറ്റവും വലിയ ലൂസർ ആയിട്ട് വന്നത് നെസ്ലെ ഇന്ത്യയാണ്. അതിന്റെ തൊട്ടു പുറകെ ONGC, ടെക്, SBI ലൈഫ്, ടാറ്റ കൺസ്യൂമേഴ്സ്, പവർ ഗ്രിഡ് എന്നിവയൊക്കെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ലൂസേഴ്സ് ആരും തന്നെ ഉണ്ടായില്ല. നല്ലൊരു പെർഫോമൻസ് ആണ് ബാങ്കിങ് സെക്ടറും ഫിനാൻഷ്യൽ സെക്ടറും ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സിൽ AU ബാങ്ക് ആണ് ഏറ്റവും വലിയ ടോപ്പ് ഗെയിനർ ആയിട്ട് വന്നത്. അതിന്റെ തൊട്ടു പുറകെ IDFC ഫസ്റ്റ് ബാങ്ക്, PNB, HDFC, യെസ് ബാങ്ക്, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇൻഡസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊടാക് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, SBI. ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ കാര്യങ്ങൾ പറയാനുള്ള. ഇനി ഇന്ത്യ വിക്സിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇന്ത്യ വിക്സ് 50ന്റെ താഴെ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈഡേ കൺസിസ്റ്റന്റ് മൂവ്മെന്റ്, ഫ്ലക്ച്വേഷൻ ഇല്ലാതെ ഒരു കൺസിസ്റ്റന്റ് മൂവ്മെന്റ് കിട്ടി. അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്കറിയാം. ഇതിന് മുമ്പത്തെ ആഴ്ചകളിലൊക്കെ 19ഉം 17ഉം ഒക്കെ ആയിരുന്നു നിന്നിരുന്നത്. അതിൽ നിന്ന് 14.72 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, നമുക്ക് സ്റ്റഡി മൂവ്മെന്റ്സ് കിട്ടും. പക്ഷെ ഇന്നത്തെ സിഗ്നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ന്യൂസുമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കുക. ഇപ്പോൾ തൽക്കാലം പോസിറ്റീവ് ന്യൂസ് ആണ് വരുന്നത്. പക്ഷേ അവസാനം ട്രംപിന്റെ മനസ്സ് മാറുമോ എന്ന് നമുക്കറിയില്ല. അത് ട്രംപിന്റെ കയ്യിലെ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. നെഗറ്റീവ് ന്യൂസ് വന്നാൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, സെല്ലർ സൈഡിലോട്ട് പോകും മാർക്കറ്റ്. അതേസമയം പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു പുള്ളപ്പ് കിട്ടും. നമുക്ക് എങ്ങനെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി പോകുന്നതെന്നും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം മോർണിംഗ് ഇൻട്രാഡേ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്കറിയാം, നമുക്ക്
ഒരു കഴിഞ്ഞ ഫ്രൈഡേ നല്ലൊരു അപ്പ് മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് അപ്പ് മൂവ്മെന്റ് വന്നത്. ഗ്യാപ്സിന്റെ തിയറി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടായാൽ ഒരു ചെറിയ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ക്ലോസ് ആകാൻ ഇടയാവും. അത് ഗ്യാപ്പിന്റെ തിയറിയാണ്, ടെക്നിക്കൽ തിയറിയാണ്. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഗ്യാപ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഏകദേശം 529 പോയിന്റ്സ് ആണ്. നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയുടെ, ഞാനിതൊന്ന് എഴുതിക്കോട്ടെ, 529 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 150 to 300 പോയിന്റ്സ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് ഒറ്റയടിക്ക് ഈ 529 പോയിന്റ്സ് ഗ്യാപ്പ് ഫിൽ ആവില്ല. നാളത്തെ കേസാണ് ഞാൻ പറഞ്ഞ കാര്യം. എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഇത്രയും മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. താഴത്തോട്ട് പോരാനാണെങ്കിലും 1037 പോയിന്റ്സ് ഡൗൺ വന്നതിന് ശേഷമേ പിന്നെ ഈ ഗ്യാപ്പ് താഴത്തോട്ട് ഫിൽ ആകാൻ ചാൻസ് ആകുള്ളൂ. അതുകൊണ്ട് തന്നെ ആവറേജ് മൂവ്മെന്റ് വെച്ച് നോക്കാൻ നേരത്തെ അത്രയും വലിയൊരു ബാഡ് ന്യൂസ് ആണെങ്കിൽ മാത്രമേ ഈ ഗ്യാപ്പ് ഫിൽ ആകാൻ ഇടയാവുള്ളൂ. പക്ഷെ ഗ്യാപ്പ് ഉള്ള കാര്യം മറക്കരുത്. നമുക്ക് ക്ലോസിംഗ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ലെവൽസിലോട്ട് കടക്കാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മളുടെ ക്ലോസിംഗ്, നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ വന്നത് 56,805 ആണ്. 56,805 ഇതാണ് നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് 56,814.80, 1638 പോയിന്റ്സ് അപ്പ്. നല്ലൊരു മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഓർക്കണം, ഗ്യാപ്പോട് കൂടിയുള്ള മൂവ്മെന്റും കൂടിയാണ്. 2.97%, ഏകദേശം 3% അടുത്താണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൂവ് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ ഗ്ലോബൽ ന്യൂസുമായിട്ട് എഫക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എടുത്തു പറയുന്ന കാര്യം. ഈ ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ മുതൽ തന്നെ നമ്മുടെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് മാറി. അതായത് ഈ ട്രംപിന്റെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ വാർ എൻഡ് ചെയ്യുന്നുള്ള സിഗ്നൽ കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റ് പുള്ളപ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. പക്ഷെ നെഗറ്റീവ് ഒരു ന്യൂസ് വന്നാൽ ഇതൊക്കെ തിരിഞ്ഞു മറിഞ്ഞു വരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കാൻ നാളത്തെ ട്രേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ്. ഒന്ന് 57,400 ആണ്. ഇത് എന്തുകൂടി കൊണ്ടാണെന്ന് ഞാൻ പറയാം. ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. 57,400 ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ഇവിടെ മുതല് നമുക്ക് നോക്കാവുന്നത് ഒരു റേഞ്ച് ആയിട്ടാണ്. അതായത് 57,400 മുതൽ 57,500 വരെ നമുക്കൊരു റേഞ്ച് ആയിട്ട് എടുക്കാം. കാര്യം ഈ ഒരു സോൺ ഞാനൊന്ന് മിനിമൈസ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ഇന്നലെ ഇൻട്രാഡേയിലും പറഞ്ഞിട്ടുണ്ടായോ. ഈ സോൺ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കണ്ടോ, ഈ ഒരു സോൺ റെസിസ്റ്റൻസ് ലെവലിന്റെ സോൺ ആണ്. ഇൻട്രാഡേനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് റെസിസ്റ്റൻസ് ലെവൽ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലാണ്. അത് മാത്രമല്ല, പണ്ട് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് ഡൗണോട് കൂടിയാണ് മാർക്കറ്റ് പിന്നെ താഴത്തോട്ട് ഫോളോ ചെയ്തത്. ഈ ഗ്യാപ്പില് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവലാണ് ഈ 57,400. അതുകൊണ്ട് തന്നെ അഥവാ മാർക്കറ്റ് മുകളിലോട്ട് പുള്ളപ്പ് ചെയ്താൽ 57,400 ബ്രേക്ക് ഔട്ട് ചെയ്താൽ 57,500 അത്ര വലിയ ദൂരമല്ല. അതുകൊണ്ട് ഈ ഗ്യാപ്പ് ക്ലോസ് ആകാൻ വേണ്ടി മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇത്തിരി പണ്ടത്തെ ഗ്യാപ്പാണിത്. ഇവിടെ കറക്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഏകദേശം 9th മാർച്ചിലാണ് വന്നിരിക്കുന്നത്. ആ ഗ്യാപ്പാണ് ഫില്ലാകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഗ്യാപ്പ് ഫില്ലിംഗ് തിയറി അനുസരിച്ച് അങ്ങനെ 57,400 ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ പ്രത്യേകിച്ച് ട്രേഡേഴ്സിന് ആ ഒരു ചെറിയ പോയിന്റ് ഇനി ഫിൽ ആകാനുള്ള ഗ്യാപ്പ് 257 പോയിന്റ്സ് ഒരു ഷുവർ ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ കുറെ ചാൻസസ് ഉണ്ട് നാളെ. അതുപോലെ തന്നെ മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, ട്രംപിന്റെ ഡിസിഷൻ പോലെ ഇരിക്കും. എന്തെങ്കിലും മനംമാറ്റം വന്നാൽ അതുപോലെ റിഫ്ലക്ട് ചെയ്യും മാർക്കറ്റിൽ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. അത് മാത്രമല്ല, ഇത് ബ്രേക്ക് ഔട്ട് ആയ 57,400 to 57,500 എന്ന സോൺ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 58,000 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 58,000 ആയിരിക്കും പിന്നെ വരാൻ പോകുന്ന ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്. ഇനി താഴത്തോട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ നമുക്ക് നോക്കാനുള്ള രണ്ട് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ആണ്. ഒന്ന് നമുക്ക് മെയിൻ ആയിട്ട് പറയാന്നുള്ളത് 56,000. അതാണ് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ. 56,000 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ 56,000 ബ്രേക്ക് ഔട്ട് ആയ താഴത്തോട്ട് സെല്ലർ സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് ആയ നേരത്തെ ഇപ്പോൾ ഞാൻ വരച്ചിരുന്ന ഗ്യാപ്പ്, അതായത് 529 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാൻ ഇടയാകും. അപ്പോൾ അങ്ങനെ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെയുള്ള നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് 55,000 ആയിരിക്കും. ഓക്കെ, 55
1000 ആയിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോണം. ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ലെവൽസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത്. പിന്നെ നിഫ്റ്റിയിൽ അതായത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് മോർണിംഗ് നോക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇതായിരിക്കും സോൺ. അതായത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണ സോൺ മൺഡേ സ്റ്റാർട്ട് ചെയ്യണ സോൺ ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം 9:15 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ, അതായത് ഇവിടെ ഞാനൊന്ന് കറക്റ്റ് എടുത്തോട്ടെ, ഈ ഒരു പോയിന്റിൽ 9:15 വരുന്ന ക്യാൻഡിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് തരുന്ന ക്യാൻഡിൽ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് നിഫ്റ്റിയിലെ ഈ ഒരു സോൺ വളരെയധികം ചെക്ക് ചെയ്തിട്ട് വേണം ഫസ്റ്റ് അവറിലെ ട്രേഡിങ്ങിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഓക്കെ, കാര്യം ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, അതായത് ഈ ഒരു പോർഷനിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നല്ല പോസിറ്റീവ് മൂവ്മെന്റ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ചാർട്ട് നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ നിഫ്റ്റിയിൽ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഏതിലാണെങ്കിലും ഓപ്ഷൻ ട്രേഡേഴ്സും ബാക്കിയുള്ള ട്രേഡേഴ്സും ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഫിൻ നിഫ്റ്റിയിലോട്ട് പോകാം. അപ്പൊ ഫിൻ നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഫിൻ നിഫ്റ്റിയിലെയും ഗ്യാപ്പ് ഞാൻ മാർക്ക് ചെയ്തോട്ടെ. അപ്പോൾ ഫിൻ നിഫ്റ്റിയിലെ ഗ്യാപ്പ് വരുന്നതെന്ന് പറയുന്നത് ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം 215 പോയിന്റ്സ് വരുന്നുണ്ട്. ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് 200 എന്ന് എഴുതുന്നുള്ളൂ. 200 പോയിന്റ്സ് ആണ് ഫിൻ നിഫ്റ്റിയുടെ ഗ്യാപ്പ് വരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത്, അതായത് ഫ്രൈഡേ ക്ലോസിംഗ് 25,944 മാർക്കറ്റിന്റെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 25,943.35 ആണ്. പ്ലസ് 791 പോയിന്റ്സ് ആണ് അപ്പ് മൂവ്മെന്റ് തന്നിരിക്കുന്നത്. പിന്നെ 3.15% പെർസെന്റേജ് വൈസ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഗ്യാപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഈ മൂവ്മെന്റ് എന്ന് ഓർക്കണം. പക്ഷെ ശരിക്കും മാർക്കറ്റ് എത്ര മൂവ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 791 അല്ല, ശരിക്കും മാർക്കറ്റ് അപ്പ് മൂവ്മെന്റ് നൽകിയത് 530 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് ആണ്. ഇതും ഒരു സ്പെഷ്യൽ ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങാനും നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും പുള്ളപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സെൽ സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ. അതേസമയം നെഗറ്റീവ് ന്യൂസ് അല്ല, നല്ലൊരു പോസിറ്റീവ് ഗ്ലോബൽ ന്യൂസ് ആണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് നെക്സ്റ്റ് ലെവലിലോട്ടുള്ള മൂവ്മെന്റ് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ബോത്ത് റെസിസ്റ്റൻസും സപ്പോർട്ടും ഞാൻ മാർക്ക് ചെയ്യാം. അപ്പൊ അതിലോട്ട് കിടക്കട്ടെ. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കണമെങ്കിൽ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, അതായത് മേജർ റെസിസ്റ്റൻസ് നോക്കാവുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഇതെന്ന് പറയുന്നത് 26,820 എന്ന ലെവൽ വരും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 26,820. ഇതായിരിക്കും, ഞാനൊന്ന് കറക്റ്റ് ലെവൽ എടുത്തോട്ടെ, ഇതായിരിക്കും ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് മേജർ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. മാക്സിമം ഇത്രയൊക്കെ നമ്മുടെ മാർക്കറ്റിന് ഒരു ഇൻട്രാഡേയിൽ പോകാൻ ചാൻസ് ഉള്ള, അതുകൊണ്ടാണ് 26,820 ഞാൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ വരുന്ന ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത്, അതായത് ഫസ്റ്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവല് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് 26,200 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് 26,200. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1. ഇത് ബ്രേക്ക്ഔട്ട് ആയാൽ മാത്രമേ 26,820 വരെ പോകുള്ളൂ. അഥവാ പോയാലും നല്ലൊരു അപ്പ് ട്രെൻഡ് കിട്ടി മാർക്കറ്റ് പോയാലും ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് പിന്നെയും ബുള്ളിഷ് ആയിട്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഓൾ ടൈം ഹൈ ഒന്നും അല്ലെങ്കിലും നമ്മുടെ മാർക്കറ്റിന്റെ ആവറേജ് മൂവ്മെന്റ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫിൻ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ മെഷർ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ 26,200 തന്നെ ഒരു 245 പോയിന്റ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു അപാര മൂവ്മെന്റ് നടന്നാലും ഒരു 1000 പോയിന്റ്സ് ഒക്കെ മാക്സിമം വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 26,820 മാർക്കറ്റ് അഥവാ പുള്ളപ്പ് കിട്ടിയാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് പിന്നെ റീട്രേസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കാനുള്ള മെയിൻ ക്യാൻഡിൽസ് ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. ബോസു, ഹാമർ, പിന്നെ ബുള്ളിഷ് എൻഗൾഫിംഗ് ഒക്കെ ഫോം ചെയ്താൽ, അല്ലെങ്കിൽ നല്ല ബോഡിയുള്ള ക്യാൻഡിലൊക്കെ ഫോം ചെയ്താൽ നമുക്ക് 26,200 ബ്രേക്ക് ഔട്ട് ആയി എന്ന് പറയാൻ പറ്റും. അല്ലാത്ത പക്ഷം 26,200 അവിടെ വന്ന് മാർക്കറ്റ് വീണ്ടും താഴ്ത്തോട്ട് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. കാര്യം ഇത് വൺ ഓഫ് ദി
ഇൻട്രാഡേയിലെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോറി, സപ്പോർട്ട് അല്ല, റെസിസ്റ്റൻസ് ലെവലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് വലിയൊരു ഡൗൺവേർഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം 1701 പോയിന്റ്സ് ആണ് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് മൂവ് തന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് ഏകദേശം 800 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകി. എന്നിട്ട് പതുക്കെ പതുക്കെ ഇപ്പൊ കയറി വരുവാണ്. പിന്നെ ഒരു 665 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകി. ഇപ്പോൾ ഫ്രൈഡേ തന്നേക്കണ ഫൈനൽ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയേക്കുന്ന 791 പോയിന്റ്സ് അപ്പ്. അത് ഗ്യാപ്പോട് കൂടി പ്ലസ് 200 പോയിന്റ്സ് ഗ്യാപ്പും കൂടിയാണ് ഇവിടെ 791 പോയിന്റ്സ് അപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യണവർ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ലെവല്, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവല് വരാൻ പോകുന്നത് 25,600 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം 25,600. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ നമ്മുടെ ഗ്യാപ്പ് ക്ലോസിംഗ് സപ്പോർട്ട് ലെവലാണ് 25,200 എന്ന ലെവലായിരിക്കും. അത് ഞാനിവിടെ മാർക്ക് ചെയ്യാം 25,200. ഇതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന. പിന്നെ വരാൻ പോകുന്നത് ഏറ്റവും താഴത്തെ മേജർ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 24,800 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം 24,800. ഇതായിരിക്കും മേജർ സപ്പോർട്ടായിട്ട് ഇൻട്രാഡേയിൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. എടുത്തു പറയുന്നുണ്ട് ഇൻട്രാഡേയിലെ ലെവൽസ് ആണിത്. വീക്ക്ലി ലെവൽസ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. കാര്യം ഇന്നലത്തെ വീഡിയോ ചെയ്തേക്കുന്ന വീക്ക്ലി അനാലിസിസ് വീഡിയോ ആണ്. ലെവൽസ് സെയിം ആയിരിക്കും, പക്ഷെ ആവറേജ് മൂവ്മെന്റ് മാറും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ ഇനി സെൻസെക്സ് നോക്കാം. അപ്പോ സെൻസെക്സും ഏകദേശം നിഫ്റ്റി പോലെ തന്നെയാണ് സെൻസെക്സിന്റെ മൂവ്മെന്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ കണ്ടോ, നല്ലൊരു സെൽ ട്രെൻഡ് ലൈനിൽ തന്നെയാണ് നമ്മുടെ സെൻസെക്സ് നിൽക്കുന്നത്. പിന്നെ ആവറേജ് മൂവ്മെന്റ് സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പും ബോട്ടവും വെച്ച് നോക്കാൻ നേരത്ത് ജസ്റ്റ് മെഷർ ചെയ്തോട്ടെ. ടോപ്പും ബോട്ടവും, അതായത് ഈ ഒരു പൊസിഷൻ വെച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഈ ടോപ്പും ബോട്ടവും വെച്ച് നോക്കാൻ നേരത്ത് നമ്മുടെ ആവറേജ് ലെവലിന്റെ കുറച്ച് മുകളിലാണ്, വളരെ കുറച്ച് മുകളിലാണ് ഇന്ന്, അതായത് ഇന്നല്ല ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. പക്ഷെ ഒരു ഫുൾ ബ്രേക്ക് ഔട്ട് എന്ന് പറയാനായിട്ടില്ല. കാര്യം ആവറേജ് മൂവ്മെന്റ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ആവറേജ് മൂവ്മെന്റിന്റെ ഒരു ഇത്തിരിയെ മുകളിൽ വന്നിട്ടുള്ളൂ, 266 പോയിന്റ്സേ വന്നിട്ടുള്ളൂ. സെൻസെക്സിനെ അപേക്ഷിച്ച് പറയാനാണെങ്കിൽ ആവറേജ് മൂവ്മെന്റ് ഇൻട്രാഡേയിൽ വരുന്നത് 500 to 1000 പോയിന്റ്സ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് സെൻസെക്സിലെ 266 പോയിന്റ്സ് അഥവാ നെഗറ്റീവ് ന്യൂസ് വന്നാൽ നേരെ താഴെ ആ സെൽ ട്രെൻഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആവറേജ് ലെവൽ, അതായത് ഈ ഒരു പോർഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഈ ഒരു ആവറേജ് ലെവലിന്റെ താഴത്തോട്ട് മാർക്കറ്റ് പോന്നു കഴിഞ്ഞാൽ വീണ്ടും സെൽ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ലെവലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 75,300 എന്ന ലെവലാണ്. അപ്പോൾ ഈ ലെവലിന്റെ മുകളിലാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, താഴെയാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കണം. മുകളിലാണെങ്കിൽ ഒക്കെ ഒരു ബൈ ട്രെൻഡ് ആകും. പക്ഷെ താഴെയാണെങ്കിൽ വീണ്ടും ഇൻട്രാഡേയില് സെൽ ട്രെൻഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്കിനി ലെവൽസിലോട്ട് കടക്കാം. അപ്പൊ ആദ്യമേ തന്നെ ക്ലോസിംഗ് ഞാൻ മാർക്ക് ചെയ്തോട്ടെ. നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത് 75,532 ആണ്. 75,532 ഇതാണ് നമ്മുടെ സെൻസെക്സിന്റെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് 75,527.95. 1,695 പോയിന്റ്സ് ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയത്. 2.30% വൈസ് നോക്കിയാൽ പെർസെന്റേജ് വൈസ് മൂവ്മെന്റ് തന്നു. ഇവിടെയും സെൻസെക്സിലും ഗ്യാപ്പോട് കൂടിയാണ് അപ്പ് മൂവ്മെന്റ് നൽകിയത്. ഗ്യാപ്പിന്റെയും കൂടി ഞാൻ മെഷർമെന്റ് എഴുതിയിടാം. ഗ്യാപ്പിന്റെ മെഷർമെന്റ്, താഴെയുള്ള ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം 551 പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ 551 എന്ന് പറയുന്നത് തന്നെ 500ന്റെ അബവ് ആവുമ്പോൾ തന്നെ ഒരു ആവറേജ് മൂവ്മെന്റ് ആണ് നമ്മുടെ സെൻസെക്സിൽ വരുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് താഴത്തോട്ട് പോന്നാലും ഒറ്റയടിക്ക് ഈ ഗ്യാപ്പ് ഫില്ലാവില്ല. അപ്പോൾ ഓരോ ഇൻഡെക്സിലെയും ഗ്യാപ്പിന്റെയും അനാലിസിസ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെഴുതുന്നത്. അപ്പൊ 551 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് ഉള്ളത്. ഗ്യാപ്പ് ഡൗൺ വന്നാലൊക്കെ മാത്രമേ ഈ 551 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാൻ മാർക്കറ്റ് താഴത്തോട്ട് വരികയുള്ളൂ. അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം സെൻസെക്സിന്റെ. അപ്പോൾ നമ്മുടെ ഇവിടത്തെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ നോക്കുന്നത് 76,500 എന്ന ലെവലാണ്. ഇതിന് ഒരു കാരണം കൂടിയുണ്ട്. 76,500 ഇത്
ഞാൻ ഇന്നലെ വരച്ചിരുന്നു ഒരു പാരലൽ ചാനൽ ഇവിടെയാണ് വീക്ക്ലിയിൽ ഇത് മൂവ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇൻട്രാഡേയിൽ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് 1 എന്ന് എഴുതിക്കോട്ടെ. നോക്കാനുള്ള ഒരു കാര്യം, നമുക്ക് ഇവിടെ ഒരു W പാറ്റേൺ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഇൻട്രാഡേയിൽ നമുക്ക് നല്ലൊരു W പാറ്റേൺ ഉണ്ട്, ബ്രേക്ക് ഔട്ട് ആകാത്ത ഒരു W പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 76,500 എന്ന റെസിസ്റ്റൻസ് ലെവല് നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ വെച്ച് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പുള്ളപ്പ് മൂവ്മെന്റ് കിട്ടും. കാര്യം W പാറ്റേൺ ആക്ടിവേറ്റ് ആവും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഞാൻ മാറ്റി വെച്ച് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഫില്ലാകാത്ത, നമ്മുടെ നിഫ്റ്റി പോലെ തന്നെ ഫില്ലാകാത്ത ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നിന്നാണ് പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് പോരാൻ തുടങ്ങിയത്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വളരെ സൂക്ഷിച്ചായിട്ട് കാണണം. ഈ ഗ്യാപ്പും വരുന്നത് ഏകദേശം 464 പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 450 എന്ന് റൗണ്ട് അപ്പ് ആയിട്ട് എഴുതാം. 450 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് 76,500 റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് സെൻസെക്സിൽ കിട്ടുവാണെങ്കിൽ ഈസിലി ക്ലോസ് ആവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആവറേജ് മൂവ്മെന്റ് സെൻസെക്സിന്റെ 500 to 1000 പോയിന്റ്സ് ആണ്. ഇത് 450 പോയിന്റ്സ് ഉള്ളു. അതുകൊണ്ട് തന്നെ ഈ 76W പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആയാൽ നല്ലൊരു ഈസി ട്രേഡ്, അപ് സൈഡിലോട്ട് നല്ലൊരു ഈസി ട്രേഡ് 750 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാവുന്ന ട്രേഡ് സൂക്ഷിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനുള്ള കൺഫർമേഷൻ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ മാർക്കറ്റ് ന്യൂസും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കാനുള്ള ലെവൽ എന്ന് പറയുന്നത് 74,000 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യട്ടെ, 74,000 ഇതായിരിക്കും ഈ ഇൻട്രാഡേ സപ്പോർട്ട് 1 നമ്മുടെ സെൻസെക്സിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് മാർക്കറ്റിന്റെ മൂവ്മെന്റും അനാലിസിസും കറക്റ്റ് ആയിട്ട് ട്രെൻഡ് ലൈനും സപ്പോർട്ടും ഇതൊക്കെ ബേസിക് മുതൽ പ്രോ ലെവലിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന പോലെ പഠിക്കണമെങ്കിൽ നമ്മുടെ കോഴ്സ് ഉണ്ട്. അപ്പൊ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് 8870135772 ആണ് കോഴ്സ് നമ്പർ. കോഴ്സിൽ നമ്മൾ ലെവൽസ് പറഞ്ഞു തരികയല്ല, ഞാൻ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് ലെവൽസ് അനലൈസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന കോഴ്സാണ്. എഡ്യൂക്കേഷണൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ടിപ്സോ ലെവൽസോ പറഞ്ഞു തരലല്ല. പിന്നെ മാർക്കറ്റിൽ എങ്ങനെയാണ് AI കൊണ്ട് നമുക്ക് ഈസിലി ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിൽ സ്റ്റോക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, പിന്നെ എല്ലാ ഫണ്ടമെന്റൽസിനും ലൈക്ക് ഫിബിനോക്കി, കാൻഡിൽ സ്റ്റിക്ക്, പ്രൈസ് ആക്ഷൻ, പിന്നെ സെന്റിമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇതെല്ലാം കവറപ്പ് ചെയ്യണ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കോഴ്സാണ്. താല്പര്യമുള്ളവർക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏതൊരു സ്റ്റോക്ക് കിട്ടിയാലും, ഒരു ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലെവൽസ് അനലൈസ് ചെയ്യാനൊക്കെ പഠിക്കണമെങ്കിൽ 8870135772 എന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് കോൾ ചെയ്യാം, വാട്സാപ്പ് മെസ്സേജും അയക്കാം, കോഴ്സ് ഡീറ്റെയിൽസ് അറിയാം. അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ ഇൻട്രാഡേ അനാലിസിസ് വീഡിയോ. നാളത്തെ അനാലിസിസ് ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.